അക്ഷരനഗരിയുടെ അക്ഷരമുറ്റത്ത് ജനൻ ടി വി കേരള സർക്കാരിൻ്റെ തൂഫാനോടൊപ്പം പങ്കുചേരുന്ന നമ്മുടെ മക്കൾക്കായി ഒന്നിക്കാം എന്ന ഈ പരിപാടി പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി റോസ്ലിൻ എം ജോയ് അവറുകൾ, ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോട്ടയം ജില്ലാ പോലീസ് മേധാവി, ഇതിൻ്റെ സന്ദേശം നൽകിയ റബ്ബർ ബോർഡ് ചെയർമാൻ പ്രിയ സ്നേഹിതൻ എൻ ഹരി, നിങ്ങളുടെ സംശയങ്ങൾക്കും നമ്മുടെ ചിന്തയ്ക്കും അനുസൃതമായി സംസാരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ജയകൃഷ്ണൻ അവറുകൾ, മറ്റ് എക്സൈസിൻ്റെ കൃഷ്ണകുമാർ സാർ, മറ്റ് സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അതൊന്ന് ശ്രദ്ധിക്കണം മക്കളെ. എന്താണെന്നറിയോ, ഇപ്പോൾ ഏത് സ്കൂളിലും കോളേജിലും പോയാൽ കുഞ്ഞ് സഹോദരിമാരായിരിക്കും കൂടുതൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ നിൽക്കുന്നതിൽ കൂടുതൽ ഒരു 60% സഹോദരന്മാരെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഭൂരിപക്ഷവും സാധാരണ എവിടെ പോയാലും പെൺകുട്ടികളായിരിക്കും കൂടുതൽ, അല്ലേ? ഇവിടെ പക്ഷേ നമ്മുടെ ആൺകുട്ടികളാണ് കൂടുതൽ കണ്ടത്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു നീക്കത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപോലെ പങ്കെടുത്ത് അവരുടെ പ്രാതിനിധ്യം തീർച്ചയായും നമ്മുടെ സമൂഹത്തോട് ഉള്ള കടപ്പാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു അത്യാവശ്യത്തിൽ നിങ്ങൾ പങ്കുചേരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. പ്രതിജ്ഞ വായിച്ചു ചൊല്ലി എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചോ? എന്തായാലും പോലീസ് മേധാവി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനോ ചൈനയോ ഒന്നും ഒരു യുദ്ധം നടത്തിയാൽ തോൽപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഈ സിന്തറ്റിക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളെ കണ്ടാണ് ഇനി ഞങ്ങളുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ കാലങ്ങളാണ്. നിങ്ങളാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ഓർമ്മകൾ നഷ്ടപ്പെടുത്തിയാൽ ഈ രാജ്യം പരാജയപ്പെടും. അങ്ങനെ ഒരു പരാജയം ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. ഇന്ന് രാവിലെ ഞാൻ ടി വിയിലൊരു വാർത്ത കണ്ടപ്പോൾ തൃശ്ശൂർ ഇന്നലെ നിങ്ങളെക്കാൾ ഒരല്പം പ്രായം കൂടിയ ഒരു പയ്യൻ വീട്ടിൽ കാണിച്ച വികൃതി എന്താണെന്നറിയോ? വീട് കത്തിച്ചു. എന്താണെന്നറിയോ? അവന് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന് വേണ്ടി പൈസകൾ കൂടുതൽ ചോദിച്ചപ്പോൾ അവൻ്റെ അച്ഛന് കൊടുക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഈ മകനെ പേടിച്ച് ഒരു ബന്ധുവീട്ടിൽ പോയി താമസിക്കുകയാണ്. മക്കളെ, നിങ്ങളെ വളർന്നു വന്ന് നിങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരച്ഛനും അമ്മയും നിങ്ങളെ പേടിച്ച് മറ്റൊരു ഭവനത്തിൽ പോയി ആശ്രയം കൊള്ളേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതാണ് ഈ ലഹരി കൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ മിത്രങ്ങളെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ തിരിച്ചറിയാൻ മേലാത്ത ഒരു കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അത് വലിയൊരു വിപത്താണ്. നമുക്ക് തെറ്റ് ചെയ്യാം, പക്ഷേ ആ തെറ്റെന്നും ആവർത്തിച്ചാൽ അത് ശരിയല്ല. ഒരു പ്രാവശ്യം ഒരു തെറ്റ് അബദ്ധത്തിൽ സംഭവിച്ചു. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് പറയും, നല്ല കൂട്ടുണ്ടെങ്കിൽ കണ്ണാടി വേണ്ട, അല്ലേ? നല്ല കൂട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കണ്ണാടി വേണ്ട. കാരണം അത്രയ്ക്ക് നമ്മുടെ മനസ്സിലാക്കുന്ന നമ്മോടൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ഇന്ന് നമ്മളെ സുഹൃത്തുക്കൾ അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ മുട്ടായി ആവാം, മറ്റുള്ള ജ്യൂസുകളാവാം. ഇതൊക്കെ നമുക്ക് അവർ വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മളത് സ്വീകരിക്കും. കാരണം നമ്മുടെ സ്വന്തം മിത്രങ്ങളാണ്. പക്ഷെ അവർ പോലും അറിയാതെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ട്രാക്കുണ്ട് എന്നുള്ളത്, ട്രാപ്പിലേക്ക് നമ്മളെ പെടുത്തുന്ന ഒരു വലിയ ശക്തിയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും പുതിയ സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു തൂഫാൻ, അതായത് നമ്മുടെ സമൂഹത്തെ മാത്രമല്ല വരും തലമുറയായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന
ഒരു വലിയ കാര്യമാണ് ഇങ്ങനെ ഒന്ന് നടത്തുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതനാണ് ശ്യാംബാബു, ഇവിടെ ഉണ്ട്, ജനം ടി വിയുടെ. അദ്ദേഹം പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വം കൂടാണ് അത്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. മിണ്ടാതിരുന്നാൽ ആരും നമ്മുടെ ശത്രുവാകത്തില്ല, പക്ഷേ മിണ്ടിയാൽ നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കളെ നമുക്ക് നേരിടാൻ നിങ്ങളോടൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ വിശ്വാസം വേണം. ഞാൻ ചലച്ചിത്ര അക്കാദമി മെമ്പറായിരിക്കുമ്പോൾ ലളിതകലാ അക്കാദമി മെമ്പറായി കുറച്ചാൾ ജോലി ചെയ്തു. മെമ്പറായിട്ടിരുന്നു. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പം എന്നെ കോപ്റ്റ് ചെയ്ത് അങ്ങനെ വന്ന്, അപ്പം ഞാൻ ചങ്ങനാശ്ശേരി ആണ് എൻ്റെ സ്വദേശം. അപ്പം ഞാൻ അവിടുത്തെ ഒരു സർഗക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികളിലെ ഒരു ക്യാമ്പ് നടത്തി. കളരി ഈ വെക്കേഷൻ സമയത്ത് ഒരു 100 കുട്ടികളെ പങ്കെടുപ്പിച്ചു. അതിൽ ഒരു 30 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങൾ നോക്കണം, 12 വർഷം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി റവന്യൂ ടവർ എന്ന് പറയുന്നതിൻ്റെ മുൻവശം ലഹരിക്കെതിരെ കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. സാധാരണ ഒരു റവന്യൂ ടവറിൽ ചെന്നാൽ എന്തായിരിക്കും കാണുക? മുറുക്കി തുപ്പിയതും പോസ്റ്ററുകളും യൂണിയൻ്റെയും മറ്റുള്ള പോസ്റ്ററുകളും ഒട്ടിച്ച് വളരെ മലിനപ്പെടുത്തിയ ഒന്നായിരിക്കും. പക്ഷെ അവിടെ കുട്ടികൾ വരച്ച, എന്തായാലും ഈ 12 വർഷം, ഇന്നലെ വരെ ഉണ്ട്, ഇന്നത്തെ കാര്യം എനിക്കറിയില്ല, ഈ 12 വർഷമായും കുട്ടികൾ വരച്ച, ഇന്നിപ്പോൾ തുഫാൻ ഇവിടെ ആരംഭിക്കുന്നെങ്കിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ എൻ്റെ ഒരു നല്ല ബുദ്ധി എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇപ്പോൾ ആ ബുദ്ധിയിൽ തോന്നിയ ഒന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് വരപ്പിച്ച ചിത്രങ്ങൾ ഇന്നും ഈ ലഹരിക്ക് എതിരായിട്ട് അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നാളെയായിരിക്കും മറ്റുള്ള സമൂഹം തിരിച്ചറിയുക. ആ സമൂഹത്തിൻ്റെ ആ നന്മയോടൊപ്പം നിൽക്കുവാൻ, കോട്ടയം എന്ന് പറഞ്ഞാൽ അക്ഷര നഗരിയാണ്. അക്ഷരത്തിൽ കള്ളത്തരം ഉണ്ടാവത്തില്ല. ആ കള്ളത്തരം ഉണ്ടാക്കുവാൻ ഒരാളെ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ അക്ഷര നഗരിയിലെ CMSൻ്റെ അക്ഷരമുറ്റത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്രതിജ്ഞ നിങ്ങളൊന്നുകൂടെ ഒന്ന് മനസ്സിൽ ഏറ്റുവാങ്ങി അതോടൊപ്പം നിന്ന് നാളെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും ഏറ്റവും പരമവൈഭവത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.